ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. അതിൻ്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. പൗലോസും കൂടെയുള്ളവരും പാഫോസിൽ നിന്ന് കപ്പൽ നീക്കി പംഫുല്യ ദേശത്തിലെ പെർഗയ്ക്ക് ചെന്നു. അവിടെ വച്ച് യോഹന്നാൻ അവരെ വിട്ടുപിരിഞ്ഞ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. അവരോ പെർഗയിൽ നിന്ന് പുറപ്പെട്ട് പിസിദ്യ ദേശത്തിലെ അന്ത്യോക്യയിലെത്തി ശബത്ത് നാളിൽ പള്ളിയിൽ ചെന്ന് ഇരുന്നു. ന്യായപ്രമാണവും പ്രവാചകങ്ങളും വായിച്ചു തീർന്നപ്പോൾ പള്ളി പ്രമാണികൾ അവരുടെ അടുക്കൽ ആളയച്ചു. സഹോദരന്മാരെ, നിങ്ങൾക്ക് ജനത്തോട് പ്രബോധനം വല്ലതുമുണ്ടെങ്കിൽ പറവിൻ എന്ന് പറയിച്ചു. പൗലോസ് എഴുന്നേറ്റ് ആംഗ്യം കാട്ടി പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരും ദൈവഭക്തന്മാരുമായുള്ളവരെ കേൾപ്പിൻ. ഒന്നാമത്തെ മിഷണറി യാത്രയെക്കുറിച്ചാണ് 13-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ഈ മിഷണറി യാത്രയിൽ പൗലോസിനോടൊപ്പം ബർന്നബാസും യോഹന്നാൻ എന്നും മറുപേരുള്ള മർക്കോസും ഉണ്ടായിരുന്നു. അവർ കുപ്രോസ് ദ്വീപിൽ ആയിരുന്നു എന്ന് നാം കഴിഞ്ഞ ആഴ്ച കേട്ടു. ആ കുപ്രോസ് ദ്വീപിലൂടെ അവർ അല്പദൂരം നടന്നു അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തെത്തി. അവിടെ നിന്ന് അവർ കപ്പൽ കയറി പംഫുല്യ ദേശത്തിലെ പെർഗയ്ക്ക് ചെന്നു. ഇവിടെ നാം ശ്രദ്ധിച്ചാൽ അവർ ആദ്യം കപ്പൽ കയറി കുപ്രോസിൽ വന്നു. കുപ്രോസിൻ്റെ കിഴക്കേ തീരത്താണ് അവർ വന്നത്. മാപ്പ് എടുത്ത് അവർ യാത്ര ചെയ്ത ദൂരം കടലിലൂടെ ശ്രദ്ധിച്ചാൽ അത് താരതമ്യേന ചെറിയൊരു യാത്രയായിരുന്നു. എന്നാൽ കുപ്രോസ് ദ്വീപിൽ നിന്നും പംഫുല്യ ദേശത്തിലെ പെർഗയ്ക്ക് പോയ ആ ദൂരം അല്പം കൂടുതലായിരുന്നു എന്നും കാണാം. ആദ്യത്തെ യാത്ര ചെറുത്, പിന്നെ അവർ കരയിലൂടെ യാത്ര ചെയ്തു, പിന്നെ കടലിലൂടെ ഒരു ദീർഘയാത്ര. ഈ ദീർഘയാത്രയുടെ അവസാനം സംഭവിച്ച ഒരു കാര്യം അവിടെ എഴുതിയിരിക്കുന്നു. അത് യോഹന്നാൻ, ബർന്നബാസിനോടും പൗലോസിനോടും കൂടെ ഉണ്ടായിരുന്ന മർക്കോസ് എന്നു പേരുള്ള യോഹന്നാൻ, അവൻ മടങ്ങി യെരുശലേമിലേക്ക് പോയി എന്നതാണ്. ഈ സംഭവത്തിന് ഇപ്പോൾ വലിയ പ്രാധാന്യമൊന്നും ഇല്ലെങ്കിലും പിന്നീട് വലിയ പ്രാധാന്യമുണ്ട്. പൗലോസും ബർന്നബാസും തമ്മിൽ ഒരു പ്രശ്നമുണ്ടാകുവാൻ ഇതിടയായി. എന്തുകൊണ്ടാണ് ഇയാൾ മടങ്ങിപ്പോയത്? അതിനെക്കുറിച്ച് വ്യക്തമായ കാരണങ്ങളൊന്നും എഴുതിയിട്ടില്ലെങ്കിലും നമുക്ക് ചില കാര്യങ്ങൾ അനുമാനിക്കാം. ഒന്ന്, അയാൾ ഒരു ചെറുപ്പക്കാരനാണ്. അയാൾക്ക് മടുത്ത് കാണും. നമുക്കറിയാമല്ലോ, ചെറുപ്പക്കാർക്ക് പെട്ടെന്ന് മടുക്കും. പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അതുകൊണ്ടായിരിക്കാം അയാൾ മടങ്ങിപ്പോയത്. മറ്റൊരു കാരണം, അയാൾ വിചാരിച്ചത് ഇവരുടെ യാത്ര കുപ്രോസ് ദ്വീപ് വരെ ഉള്ളൂ, അവിടെ പോയി പ്രസംഗിച്ചിട്ട് മടങ്ങി വരും എന്നായിരിക്കാം അയാൾ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അവിടെ നിന്നും അവർ കപ്പൽ കയറിയപ്പോൾ മടങ്ങിപ്പോകാനല്ല, മറിച്ച് പംഫുല്യ ദേശത്ത് ടർക്കിയിലേക്കാണ് പോകുന്നത് എന്ന് ഒരുപക്ഷെ യാത്ര തുടങ്ങിക്കഴിഞ്ഞായിരിക്കും അയാൾ അറിഞ്ഞത്. അല്ലെങ്കിൽ ഒരുപക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞായിരിക്കും അയാൾ അറിഞ്ഞത്. പംഫുല്യ ദേശത്ത് ചെന്നു. അവിടെ ചെന്നപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഞാനില്ല, ഞാൻ മടങ്ങിപ്പോകുന്നു. മറ്റൊരു കാരണം, ഈ യാത്രയിൽ അയാൾ രോഗിയായി തീർന്നിരിക്കാം. ഈ കടലിലെ യാത്ര എന്ന് പറഞ്ഞാൽ പലർക്കും കടൽ ചുരുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയും കരയെ പറ്റിയാൽ മതി എന്നേ അവർക്ക് ആഗ്രഹമുള്ളൂ. ഒരു പക്ഷേ കര പറ്റിയ ഉടനെ ഇയാൾ കപ്പലെടുക്കാതെ കരയിലൂടെ തന്നെ മടങ്ങി യെരുശലേമിലേക്ക് പോകാനും മതി. ഇനി മറ്റൊരു കാരണം, ഇയാൾക്ക് അല്ലെങ്കിൽ ഇയാളുടെ അമ്മയ്ക്ക് യെരുശലേമിൽ ഒരു വലിയ വീടുണ്ട്. അവിടെയാണ് അപ്പോസ്തലന്മാരൊക്കെ ഒരുമിച്ച് കൂടുകയും പ്രാർത്ഥിക്കുകയും മറ്റ് മീറ്റിങ്ങുകൾ നടത്തുകയും ഒക്കെ ചെയ്തത്. പണക്കാരനായിരുന്നു, സൗകര്യമുള്ള വീട്ടിലെ പയ്യനാണ്. അവന് ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുവാനുള്ള ഒരു മനസ്സൊരു പക്ഷേ ഉണ്ടായിരുന്നിരിക്കില്ല. അതുകൊണ്ടായിരിക്കും മടങ്ങിപ്പോയത്. ഒരു പക്ഷേ വീട്ടിലെ ഭക്ഷണം അവൻ മിസ് ചെയ്യുന്നുണ്ടായിരിക്കും. എത്ര നാളായി നല്ല ഭക്ഷണം കഴിച്ചിട്ട്, അതുകൊണ്ട് മടങ്ങിപ്പോകാം എന്നവൻ കരുതിയിരിക്കും. ഏതായാലും അവൻ മടങ്ങിപ്പോയി. ഇതിനെല്ലാം ഉപരി ഒരു കാരണം കൂടിയുണ്ട്.
നമുക്കറിയാം, ഈ യാത്ര തുടങ്ങിയ സമയത്ത് ആ ടീമിൻ്റെ നേതാവ് ബർന്നബാസും പൗലോസ് അസിസ്റ്റൻറ്റുമായിരുന്നു. ബർന്നബാസിൻ്റെ മരുമകനാണ് ഈ യോഹന്നാൻ. എന്നാൽ ഇപ്പോൾ ഈ ടീമിലൊരു മാറ്റം വന്നിരിക്കുന്നു. ടീമിലെ 1-ാം സ്ഥാനം നേതാവ് ഇപ്പോൾ പൗലോസാണ്. ഒരു പക്ഷേ അതും ഒരു കാരണമായിരുന്നിരിക്കാം ഇയാൾക്ക് മടങ്ങിപ്പോകാൻ. ഏതായാലും അയാൾ മടങ്ങിപ്പോയി. യോഹന്നാൻ മടങ്ങിപ്പോയപ്പോൾ പൗലോസ് വിചാരിച്ചു അത് അവൻ്റെ അവസാനം. പക്ഷേ പൗലോസ് കരുതിയത് ശരിയല്ലായിരുന്നു. ഈ യോഹന്നാൻ പിന്നീട് പ്രയോജനമുള്ളവനായി എന്ന് നമുക്കറിയാം. അവിടെ നിന്ന് അവർ പിസിദ്യ ദേശത്തെ അന്ത്യോക്യ എന്ന സ്ഥലത്ത് എത്തി. നമ്മളിവിടെ വായിക്കുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ഇവർ യാത്ര തുടങ്ങിയത് അന്ത്യോക്യയിൽ നിന്നാണ്. ഇപ്പോഴിവിടെ വീണ്ടും ഇവർ അന്ത്യോക്യയിൽ എത്തിയിരിക്കുന്നു. മടങ്ങി തിരിച്ച് അന്ത്യോക്യയിൽ എത്തിയെന്ന് കരുതരുത്. ഇത് പിസിദ്യ ദേശത്തെ അന്ത്യോക്യയാണ്. പുതിയ നിയമത്തിൻ്റെയും പഴയ നിയമത്തിൻ്റെ ഇടയ്ക്കുള്ള കാലത്ത് ഉണ്ടായിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു ആൻറ്റിയോക്കസ് എപ്പിഫാനസ്. അയാൾ വലിയ പ്രസിദ്ധനായിരുന്നു. അദ്ദേഹം ആക്രമിച്ച് കീഴടക്കിയ സ്ഥലങ്ങൾക്ക് അന്ത്യോക്കസ് അല്ലെങ്കിൽ അന്ത്യോക്യ എന്ന് പേരിട്ടിരുന്നു. മറ്റൊരാൾ അതുപോലെ ചെയ്തതായിട്ട് നമുക്കറിയാം ചരിത്രത്തിൽ. അലക്സാണ്ടർ ദ ഗ്രേറ്റ്, അലക്സാണ്ടർ ചക്രവർത്തി കീഴടക്കിയ ചില പട്ടണങ്ങളെ അയാൾ അലക്സാണ്ട്രിയ എന്ന് വിളിച്ചിരുന്നു. അതുപോലെയാണ് അന്ത്യോക്യയും. അതുകൊണ്ട് ഒന്നിലധികം സ്ഥലങ്ങൾക്ക് അന്ത്യോക്യ എന്ന് പേരുണ്ട്. ഇവർ ഏതായാലും പിസിദ്യയിലുള്ള അന്ത്യോക്യയിൽ ചെന്ന് യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്നു. അപ്പോൾ അവിടെ പള്ളിയിൽ അവരുടെ സിനഗോഗിൽ ചില ചടങ്ങുകളുണ്ട്. അതിലൊരു ചടങ്ങ് ന്യായപ്രമാണം വായിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ മോശയുടെ ആദ്യത്തെ 5 ഗ്രന്ഥങ്ങൾ അത് വായിക്കുക. അതിനുശേഷം പ്രവാചകന്മാരും വായിക്കുക. പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഏശയ്യാവ്, യിരെമ്യാവ് തുടങ്ങിയ പ്രവാചകന്മാരുടെ പുസ്തകമായിരിക്കണമെന്നില്ല. ചരിത്ര പുസ്തകങ്ങളെയും അവർ പ്രവാചകന്മാരാണ് എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ന്യായാധിപന്മാരുടെ പുസ്തകം, യോശുവയുടെ പുസ്തകം, ശമൂവേലിൻ്റെ പുസ്തകം, ഇതൊക്കെ പ്രവാചകന്മാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ 2 പുസ്തകങ്ങളും മുഴുവൻ വായിച്ചതിന് ശേഷം ഇവർക്ക് പ്രസംഗിക്കാൻ അവസരം കൊടുക്കുക എന്നല്ല, ഈ 2 ഭാഗങ്ങളിൽ നിന്നും കുറേ ഭാഗം മാത്രം അവർ വായിക്കും. അതൊരു പതിവായിരുന്നു. നമ്മളിപ്പോൾ ചർച്ചുകളിൽ ബൈബിൾ വായിക്കുമല്ലോ, ബൈബിൾ മുഴുവൻ വായിക്കില്ല, ബൈബിളിൻ്റെ ഒരു പോർഷൻ. അതുപോലെ അവർ ന്യായപ്രമാണത്തിൽ നിന്നും പ്രവാചക പുസ്തകത്തിൽ നിന്നും കുറേ ഭാഗം വായിച്ചു. അതിനുശേഷം ഈ വന്നിരിക്കുന്ന പുതിയ യഹൂദന്മാരായ ആളുകളോട് പള്ളി പ്രമാണികൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ജനത്തെ പ്രബോധിപ്പിക്കുവാൻ തക്കവണ്ണം എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മളൊരു കാര്യം ഓർക്കണം, ഇവർ വന്ന ഉടനെ ഞങ്ങളിങ്ങനെ അന്ത്യോക്യയിൽ നിന്ന് വന്നതാണ്, ഞങ്ങൾക്കൊരു മെസ്സേജുണ്ട്, ഞങ്ങളുടെ കയ്യിലൊരു പ്രസംഗമുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസംഗമാണ്, അത് നിങ്ങൾ കേൾക്കണം, ഇതൊന്നും അവർ പറഞ്ഞില്ല. അവർ ആ സിനഗോഗിൽ പോയി ശാന്തരായിരുന്നു. ഇവരൊരു അവസരം വേണമെന്ന് പറഞ്ഞ് യാതൊരു ഇൻഫ്ലുവൻസും ചെലുത്തിയില്ല. അവർ വെറുതെ അവിടെ പോയിരുന്നതേ ഉള്ളൂ. എന്നാൽ ദൈവം അവർക്ക് അവസരം കൊടുത്തു. നമുക്ക് ദൈവവചനം പ്രസംഗിക്കുവാനുള്ള കഴിവ് തന്നത്, അതിനുള്ള വരം തന്നത് ദൈവമാണെങ്കിൽ, ദൈവവചനത്തിലുള്ള പ്രകാശനം നൽകുന്നത് ദൈവമാണെങ്കിൽ, പിന്നെ അത് പ്രസംഗിക്കുവാനുള്ള അവസരവും ദൈവം തന്നെ തരും. അതിനു വേണ്ടി, അവസരം കിട്ടാൻ വേണ്ടി ആളുകളുടെ കാല് പിടിക്കുകയോ കമ്മിറ്റിക്കാരെ സ്വാധീനിക്കുകയോ സ്വന്തക്കാരെ ഉപയോഗിക്കുകയോ ഒന്നും വേണ്ട. ദൈവം അവസരം തരും. ഇവിടെ പൗലോസും ബർന്നബാസും ചെയ്തതൊരു നല്ല മാതൃകയാണ്. അവർ അവിടെ പോയി നിശബ്ദരായിരുന്നു. പള്ളിയിലുള്ളവർ അവർക്ക് അവസരം കൊടുത്തു. ഈ പള്ളിയിൽ വെച്ചാണ് പൗലോസ് തൻ്റെ ആദ്യത്തെ സുവിശേഷ പ്രസംഗം നടത്തുന്നത്. ആ പ്രസംഗത്തെക്കുറിച്ച് നമുക്ക് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.